Hello, my dear students. Today we are starting our social science class for class 8. This is a class from the new text, first chapter, Invasion and Resistance. നമ്മുടെ 8ാം ക്ലാസ്സിലെ പുതിയ പുസ്തകമാണെന്ന് നിങ്ങൾക്കറിയാം. പുതിയ പുസ്തകത്തിലെ പാർട്ട് 1 പുസ്തകമാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. പാർട്ട് 1 പുസ്തകത്തിൽ 7 ചാപ്റ്റേഴ്സാണ് നമുക്ക് ടോട്ടലി പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. ഈ ചാപ്റ്റർ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഒരു 20 പേജസോളം നമ്മുടെ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന ചാപ്റ്ററിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 25 അല്ലെ ഒരു 28 മിനിറ്റുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളായിരിക്കും നമ്മളിവിടെ തരിക. അപ്പോൾ ഒരു 5 പാർട്ടെങ്കിലും നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടി വരും. ഇത് പാർട്ട് 1 ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ തുടർച്ചയായി നിങ്ങൾക്ക് കാണാനും പഠിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം നമുക്ക് നമ്മുടെ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ നമ്മുടെ പുസ്തകത്തിലെ പാർട്ട് 1 പുസ്തകത്തിൽ 7 ചാപ്റ്റേഴ്സാണുള്ളത്. ഈ 7 ചാപ്റ്ററിൽ നമ്മുടെ ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് ഒരു 4 ചാപ്റ്ററെങ്കിലും വേണ്ടി വരും. നമുക്കത് കാത്തിരിക്കാം. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് എത്ര ചാപ്റ്ററാണ് ഫസ്റ്റ് ടൈമിലെന്ന് നമുക്ക് കാത്തിരുന്ന് അത് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമുക്കിപ്പോൾ ഒരു 4 ചാപ്റ്ററെങ്കിലും നമുക്ക് ഫസ്റ്റ് ടൈമിലേക്ക് വേണ്ടി വരും. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ പഠിക്കുന്നത് ഇന്ത്യയിലേക്ക് ഇൻവേഷൻ നടത്തിയ 4 യൂറോപ്യൻ രാജ്യങ്ങൾ. അതേതൊക്കെയാണ്? പോർച്ചുഗീസ്, ഡച്ച്, ഫ്രാൻസ് ആൻഡ് ഇംഗ്ലീഷ്. പോർച്ചുഗീസ്, ഡച്ച്, ഫ്രാൻസ്, ഇംഗ്ലീഷ്, ഇങ്ങനെ 4 യൂറോപ്യൻ രാജ്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇൻവേഷൻ നടത്തുകയും അതുപോലെ തന്നെ അവരുടെ ട്രേഡ് ഇവിടെ വ്യാപിപ്പിക്കുകയും ചെയ്തു. അതിൽ ഇവിടെ നമുക്ക് ഒരു പൊളിറ്റിക്കൽ ഡോമിനൻസ് ഇവിടെ ഉണ്ടാക്കിയ യൂറോപ്യൻ രാജ്യം നിങ്ങൾക്കറിയാം. നിങ്ങൾ നേരത്തെ നിങ്ങളുടെ UP ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് ഇവിടെ പൊളിറ്റിക്കൽ ഡോമിനൻസ് ഉണ്ടാക്കിയത്, അവർ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്, ദെൻ നമ്മൾ അതിനെ എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്തത്, ഇന്ത്യക്കാർ ഏതെല്ലാം തരത്തിലാണ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനെ റെസിസ്റ്റ് ചെയ്തത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിന് 2 പാർട്ടാണുള്ളത്. ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ഇൻവേഷനെ പറ്റി പഠിക്കുന്നു. ഏതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ വന്നു, അത് 1 by 1 നമ്മൾ ഓരോ രാജ്യത്തെ പറ്റിയും പഠിക്കണം. അതാണ് ഇൻവേഷൻ. നമ്മുടെ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ, ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ, അതായത് ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ റെസിസ്റ്റൻസ് ആണ് പഠിക്കുന്നത്. ഈ ബ്രിട്ടീഷുകാരെ എങ്ങനെയാണ് അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ, അവരുടെ ചൂഷണം, അതിനെ നമ്മൾ എങ്ങനെ റെസിസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിനകത്ത് നമുക്ക് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 7 പേജ് തൊട്ട് 26 പേജ് വരെ അത്രയ്ക്ക് ലെങ്തിയാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടി വരും. അപ്പോൾ തുടക്കം തൊട്ടേ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി നിങ്ങൾ ഈ പേജിൻ്റെ, നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ പേജിൻ്റെ അവിടെ കുറച്ച് സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ സിമ്പിള് നിങ്ങളുടെ അധിക വായനയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന, നിങ്ങൾ ലൈബ്രറിയിലൊക്കെ പോയി പുസ്തകങ്ങൾ കണ്ടുപിടിച്ച് എക്സ്ട്രാ റീഡിങ് നടത്താൻ നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു കോളത്തിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ തന്നിട്ട് നിങ്ങൾക്ക് റീഡിങ്ങിനുള്ള ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ സെൽഫ് റീഡിങ് നടത്തിയാൽ മതി. അതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ ടേമിലി പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനോ മറ്റു കാര്യങ്ങളോ നമുക്ക് വരികയില്ല. ഇനിയും അതിന് താഴെ കാണുന്ന ആ ഒരു സിമ്പിൾ നിങ്ങൾ നോക്കുക. അതെന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസാണ്. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ചില ആക്ടിവിറ്റീസ്, ചിലപ്പോൾ ഒരു ആൽബം തയ്യാറാക്കാനായിരിക്കും, അത് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനായിരിക്കാം. ചില പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുക, എന്തെങ്കിലും ഒരു മോഡൽ ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ്, അതും
നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് ചെയ്യാം. മൂന്നാമത്തെ സിമ്പലിലേക്ക് വന്നേ. അവിടെ നമ്മുടെ ലേണിംഗ് ആക്ടിവിറ്റീസാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സിമ്പൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആ തന്നിരിക്കുന്ന ഒരു സിമ്പൽ കാണുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, ഇൻവേഷൻ. ഈ ഇൻവേഷൻ നമുക്കറിയാം, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇന്ത്യയിലെ ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്ന രാജ്യങ്ങളെ അറബ്സ്, ഗ്രീക്ക്, റോമൻ ആളുകളായിരുന്നു. ഇന്ത്യയുമായിട്ട് പുരാതന കാലം തൊട്ടേ, നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമുക്ക് ട്രേഡ് ലിങ്ക് ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഗ്രീക്കുകാരെ, അറബികളെ, റോമാക്കാരെ. ഇവരേറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ വന്ന് ട്രേഡ് നടത്തി പോയിരുന്നു. ഈ അറബികൾക്ക് ഒരു ലാൻഡ് റൂട്ട് ഉണ്ടായിരുന്നു, സിൽക്ക് റൂട്ട് എന്നാണ് നമ്മൾ അറിയപ്പെടുക. സിൽക്ക് റൂട്ട് അറേബ്യൻ നാടുകളിൽ നിന്നും ലാൻഡിലൂടെ തന്നെ അവർ ഇന്ത്യയിലെത്തുകയും ഇവിടെയുള്ള സ്പൈസസ്, പെപ്പർ ഇതൊക്കെ വാങ്ങി അവർ ആ ലാൻഡ് റൂട്ടിലൂടെ തിരിച്ചു പോയി കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് യൂറോപ്യന്മാർ വന്ന് ഈ സാധനങ്ങൾ വാങ്ങി അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി അവർ ആ സാധനങ്ങൾ അവിടെ ട്രേഡ് നടത്തുന്നു, സെയിൽ നടത്തുന്നു. ഓക്കെ, അപ്പോൾ യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് നേരിട്ടൊരു ട്രേഡിന് ഒരു റൂട്ടില്ലായിരുന്നു. അവർ അറബികളുടെ കയ്യിൽ നിന്നാണ് അവരുടെ പ്രോഡക്റ്റുകൾ, നമ്മുടെ ഇന്ത്യൻ ഏഷ്യൻ പ്രോഡക്റ്റുകളൊക്കെ അവർ വാങ്ങുന്നത് അറബികളുടെ കയ്യിലാണ്. അപ്പോൾ അറബികൾ ആരായിരുന്നു? ഇതിനിടയ്ക്ക് യൂറോപ്യന്മാർക്കും അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങൾക്കും ഇടയിൽ വർത്തിക്കുന്നത് അറബ്സ് ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? 15th സെഞ്ച്വറിയുടെ എൻഡ്, നമ്മുടെ സ്റ്റാർട്ടിങ് അവിടെയാണ്. 15th സെഞ്ച്വറിയുടെ അവസാന കാലത്ത്, 15th സെഞ്ച്വറി അവസാനിക്കുന്ന കാലത്ത്. എങ്ങനെയാണ് ഒരു സെഞ്ച്വറി പറയുന്നതെന്ന് ടീച്ചറൊന്ന് പറയാം. 01 എന്ന് അവസാനിക്കുന്ന നമ്പറിലാണ് ഒരു സെഞ്ച്വറി ആരംഭിക്കുക. ഇപ്പോൾ 15th സെഞ്ച്വറി ആരംഭിക്കുന്നത് 1401, 1401 15th സെഞ്ച്വറി ആരംഭിക്കുക. 1500 15th സെഞ്ച്വറി അവസാനിക്കുക. ഓക്കെ, 1500. അപ്പോൾ ഒരു സെഞ്ച്വറി ആരംഭിക്കുമ്പോൾ 01 എന്നായിരിക്കും ലാസ്റ്റ് 2 ഡിജിറ്റ്. ഒരു സെഞ്ച്വറി അവസാനിക്കുമ്പോൾ 00 എന്നായിരിക്കും ലാസ്റ്റ് 2 ഡിജിറ്റ്. അപ്പോൾ നമ്മുടെ ഇത് തുടങ്ങുന്നത് വാസ്കോ ഡി ഗാമ ഇന്ത്യയിലെത്തിയ അല്ലെങ്കിൽ കേരളത്തിലെത്തിയ, കോഴിക്കോടെത്തിയ ആ വർഷം. അതേതാണ്? 1498. 1498 അദ്ദേഹം ഇവിടെ വന്നത്. അപ്പോൾ 1498 എന്ന് പറയുന്നത് ഏത് സെഞ്ച്വറി അവസാനിക്കാൻ പോവുകയാണ്? 15th സെഞ്ച്വറി. 15th സെഞ്ച്വറിയുടെ ലാസ്റ്റ് ഭാഗത്താണ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചെന്നാണ് പറയുന്നത്? നമുക്കെടുക്കാം. നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കയറാം. നമുക്ക് വാസ്കോ ഡി ഗാമയെ ഒന്ന് കാണാം. ഇദ്ദേഹമാണ് വാസ്കോ ഡി ഗാമ. ഇദ്ദേഹം ഒരു പോർച്ചുഗീസ് നാവികനായിരുന്നു. ഇദ്ദേഹം പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. 4 ഷിപ്സ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. 4 കപ്പൽ ആൾക്കാരാണ് അവർ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത്. ഇന്ത്യ വളരെ വെൽത്തി ആയിട്ടുള്ളൊരു രാജ്യമാണെന്നും ഇവിടെ സ്പൈസസ് അവൈലബിൾ ആണെന്നും ഒക്കെ ഇദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കുറച്ച് ആളുകളെയൊക്കെ കൂട്ടി 1497 ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു. 1497 ജൂലൈയിലാണ് അവരവിടുന്ന് യാത്ര തിരിക്കുന്നത്. 1497 ജൂലൈയിൽ അവർ 4 കപ്പലുകൾ അവിടുന്ന് യാത്ര പുറപ്പെടുന്നു. അവർ അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തീരങ്ങൾ ചുറ്റി ആഫ്രിക്കയുടെ ടിപ്പിലെത്തുന്നു. നമുക്ക് ആ ഒരു പിക്ചർ ടീച്ചർ എടുത്തിട്ടിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. വാസ്കോ ഡി ഗാമയുടെ വരവ് കണ്ടോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ സീ റൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, അദ്ദേഹം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലിസ്ബൺ. അത് ഏത് രാജ്യമാണ് ഈ ലിസ്ബൺ? യൂറോപ്പിലെ പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യമാണ്. അവരുടെ ഓരോ പ്രധാന സ്ഥലമാണ് ലിസ്ബൺ. അവിടെ നിന്നും വാസ്കോ ഡി ഗാമ അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ വരുന്നു. അദ്ദേഹം ഈ കാണുന്ന നമ്മുടെ കോണ്ടിനെൻ്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം, അത് ആഫ്രിക്കയാണ്. ആഫ്രിക്ക ചുറ്റി അദ്ദേഹത്തിൻ്റെ കപ്പലുകൾ അതിൻ്റെ ഏറ്റവും സൗത്തേൺ ടിപ്പിലെത്തുന്നു. ആ സ്ഥലത്തു നിന്നും അവർ വീണ്ടും ഇന്ത്യൻ ഓഷ്യനിലേക്ക് എൻട്രി ചെയ്യുകയും ഇന്ത്യൻ ഓഷ്യനിലൂടെ അവിടെയുള്ള ഒരു ലോക്കൽ ആ പ്രദേശത്തെ പറ്റി നല്ല അറിവുണ്ടായിരുന്ന ഒരാളുടെ ഹെൽപ്പോടുകൂടി അവർ ഇന്ത്യൻ ഓഷ്യൻ ക്രോസ് ചെയ്ത്
അവരെ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും സൗത്ത് ടിപ്പിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ കാലിക്കറ്റ്, കോഴിക്കോട് അല്ലേ. അന്ന് അതിനെ കാലിക്കട്ട് എന്നാണ് വിളിക്കുക. ഇപ്പോൾ നമ്മളവിടെ ആ സ്ഥലത്തിന് കോഴിക്കോട്, കപ്പാട് എന്നുള്ളതാണ് പഴയ കാലത്തെ ആ ഒരു ഹാർബറിൻ്റെ പേര്, കപ്പാട്. ആ കാലിക്കട്ടാണ്, പണ്ട് കാലിക്കട്ട് എന്ന് പറയുന്നു, ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് വാസ്കോ ഡി ഗാമയുടെ റൂട്ട്. കണ്ടോ, അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ വന്ന് ആഫ്രിക്കയുടെ ഏറ്റവും സൗത്ത് ടിപ്പിലെത്തി അവിടെ നിന്നും ഇന്ത്യൻ ഓഷ്യനിലേക്ക് ക്രോസ് ചെയ്ത് കയറി, ഇന്ത്യൻ ഓഷ്യൻ ക്രോസ് ചെയ്ത് അവർ നമുക്കൊരു സീ റൂട്ട് കണ്ടുപിടിച്ചു. ഈ സീ റൂട്ട് അവർക്ക് വലിയൊരു അഡ്വാൻസ്മെൻ്റ് ആയിരുന്നു. കാരണം അതോടുകൂടി അവർക്ക് ലാൻഡ് റൂട്ടിലേക്കുള്ള അറബികളുമായിട്ടുള്ള ആ ഒരു ട്രേഡ് മാറ്റി നേരിട്ട് ഇന്ത്യയിലെത്തി അവരുടെ വേണ്ട പെപ്പറും കാര്യങ്ങളും സ്പൈസസും ഒക്കെ വാങ്ങി അവർക്ക് തിരിച്ചു പോകാൻ പറ്റി. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഇങ്ങനൊരു സീ റൂട്ട് കണ്ടുപിടിച്ചത് വാസ്കോ ഡി ഗാമ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരായിരുന്നു. അപ്പോൾ ആദ്യം ഇന്ത്യയിൽ ട്രേഡിനായിട്ട് വന്ന നമ്മുടെ യൂറോപ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇനി മറക്കുമോ? ഇല്ലല്ലോ, അത് പോർച്ചുഗൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പോർച്ചുഗലിനെ പറ്റിയാണ്. വാസ്കോ ഡി ഗാമ ഈ ആഫ്രിക്കയുടെ ടിപ്പിലെത്തിയത് ഏകദേശം നവംബറായി. അപ്പോൾ ജൂലൈയിൽ അദ്ദേഹം ലിസ്ബണിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അദ്ദേഹം ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മാസങ്ങൾ യാത്ര ചെയ്തു അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ. നവംബർ ആയപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു, നമ്മുടെ ഏറ്റവും ടിപ്പിലെത്തുന്നു, ആഫ്രിക്കയുടെ ഏറ്റവും സൗത്തേൺ ടിപ്പിലെത്തുന്നു. ആ സ്ഥലത്തിന് അവരൊരു പേര് കൊടുക്കുന്നു, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, പ്രത്യാശയുടെ കേപ്പ് അല്ലേ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ആ സ്ഥലത്തിന് വാസ്കോ ഡി ഗാമ പേരിട്ടു. എന്നിട്ട് അവരെങ്ങോട്ട് യാത്ര ചെയ്തു? ഇന്ത്യൻ ഓഷ്യനിലൂടെ അവർ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തു. ഓക്കെ, അപ്പോൾ അവർ ഇന്ത്യയിൽ എത്തിച്ചേർന്ന സമയമെന്ന് പറയുന്നത് ഏകദേശം അടുത്ത വർഷം, അതായത് 1498 മെയ് ഒക്കെ ആയപ്പോൾ അവർ ഇന്ത്യയിൽ വന്നു. അപ്പോൾ തലേ വർഷം ജൂലൈയിൽ യാത്ര പുറപ്പെട്ട സംഘം പിറ്റേ വർഷം മെയ്യിലാണ് നമ്മുടെ കപ്പാട്, കോഴിക്കോട് വന്ന് കരയ്ക്ക് കയറിയത്. ഓക്കെ, ഇതാണ് സീ റൂട്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ നമ്മുടെ ഈ മാപ്പ് തന്നിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൂടി ടെക്സ്റ്റിലെടുത്ത് നോക്കുക. ഓക്കെ, അപ്പം വാസ്കോ ഡി ഗാമയാണ് ആദ്യത്തെ സീ റൂട്ട് കണ്ടുപിടിച്ച ആ മഹാൻ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. യൂറോപ്യൻസ് ഡിസ്കവേർഡ് ആൻ ഈസ്റ്റ്വാർഡ് സീ റൂട്ട് ഫ്രം യൂറോപ്പ് ബൈ ദ എൻഡ് ഓഫ് 15th century. വാട്ട് വെയർ ദ മെയിൻ റീസൺസ്? അവർക്ക് ഒരു ലാൻഡ് റൂട്ടിലേക്ക് നമ്മുടെ അറബികളുടെ കയ്യിൽ നിന്നും അവർക്ക് പ്രോഡക്റ്റുകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് അവർ ജീവൻ പോലും വേണ്ടെന്ന് വെച്ച് ഈ സീയിലൂടെ റൂട്ട് കണ്ടുപിടിച്ചത്? അതിന് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് റീസൺ, ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. ഈ 1947-48 ഒക്കെ കാലമായപ്പോഴേക്കും 1497-1498 ഒക്കെ ആ ഒരു പീരീഡ് ആയപ്പോഴേക്കും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവുകയും അവർ ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി അഡ്വാൻസ് ആകുകയും സെയിലിംഗ് ടെക്നോളജി അഡ്വാൻസ് ആകുകയും ചെയ്തു. അപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ആയപ്പോൾ നല്ല ഷിപ്സ് അവർക്ക് കിട്ടി. സോ അവർക്കിങ്ങനെ വരാനുള്ള ധൈര്യം കിട്ടി അല്ലേ. സോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഗ്രോത്ത് ഇൻ നോളജ് ആൻഡ് ജോഗ്രഫി. ജോഗ്രഫിയെ പറ്റി, നമ്മുടെ കോണ്ടിനെൻസിനെ പറ്റി, സീയെ പറ്റി, ഓഷനെ പറ്റിയൊക്കെയുള്ള നോളജ് വളർന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് വരാനുള്ള ഒരു അതിനുള്ള ഒരു പ്രേരണ കിട്ടി, അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം കിട്ടി. അപ്പോൾ ഗ്രോത്ത് ഓഫ് നോളജ് ആൻഡ് ജോഗ്രഫി. ദെൻ അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്. കോമ്പസ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അവർ ഇൻവെൻറ്റ് ചെയ്തു. എന്താണ് ഈ കോമ്പസ്? നമ്മൾ മലയാളത്തിൽ എന്താണ് അതിന് പറയുന്നത്? വടക്ക് നോക്കി അല്ലേ, സൂചി, കോമ്പസ്, സൂചി. അത് എപ്പോഴും ആ സൂചി എവിടോട്ടിരിക്കും? അതെപ്പോഴും നോർത്തിലേക്കിരിക്കും. അപ്പോൾ നോർത്ത് സൗത്ത് നമുക്കറിയാൻ പറ്റും. അതറിയാവുന്ന ഒരാൾക്ക് ഈസ്റ്റ് വെസ്റ്റ് കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ കടലിലൂടെ, ഓഷ്യനിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കോമ്പസ്. അപ്പോൾ കോമ്പസിൻ്റെ കണ്ടുപിടുത്തമാണ് അവർക്ക് ഇങ്ങനെയൊരു ഒരു ഓഷ്യനിലൂടെയുള്ള യാത്രയ്ക്ക് അവരെ പ്രേരിപ്പിച്ചത്. അപ്പം അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്. ദെൻ നെക്സ്റ്റ് തിങ് ഈസ് ട്രാവൽ റൈറ്റിംഗ് ബൈ വോയേജേഴ്സ്
പ്രൊവൈഡഡ് നോളജ് അബൌട്ട് ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദെയർ വെൽത്ത്. ഈ വോയേജേഴ്സ് ഇവരെ ഈ വാസ്കോഡിഗാമയ്ക്ക് മുമ്പും യാത്ര ചെയ്യുന്ന, കടലിലൂടെ യാത്ര ചെയ്യുന്ന വോയേജേഴ്സ് അവർ ചില പുസ്തകങ്ങളൊക്കെ എഴുതുകയും അത് വായിച്ച് ഇവർക്ക് ഇൻസ്പിറേഷൻ കിട്ടുകയും ചെയ്തു. എന്താണ്, ഇങ്ങനെയുള്ള ന്യൂ ടെറിട്ടറീസ് വളരെ വെൽത്തിയാണെന്നും അവിടുന്ന് ഒത്തിരി പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ വാസ്കോഡിഗാമയ്ക്കും മറ്റും യാത്ര ചെയ്യാനും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനുമുള്ള ഒരു പ്രേരണ, ഒരു ഇൻസ്പിറേഷൻ കിട്ടി. ആരാണ് ആ ഇൻസ്പിറേഷൻ കൊടുത്തത്? ട്രാവൽ റൈറ്റിംഗ് ബൈ വോയേജേഴ്സ്. ഓക്കെ. ദെൻ ദ കമേഴ്സ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രോഡക്ട്സ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ പെപ്പർ പോലുള്ള സാധനങ്ങൾ എത്തിച്ചാൽ അതിന് നല്ല വില കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ. ദ കൊമേഴ്സ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രോഡക്ട്സ്. എന്താണ് ആ മെയിൻ പ്രോഡക്റ്റ്? പെപ്പർ. പെപ്പറിന് നല്ല വില കിട്ടും, കൊമേഴ്സ്യൽ മാർക്കറ്റ് ഉണ്ട്. സോ പെപ്പർ എങ്ങനെയും കണ്ടുപിടിക്കണം, അല്ലെ അവർക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? സീയിലൂടെ ഒരു റൂട്ട് കണ്ടുപിടിച്ചു. ദെൻ ഏറ്റവും ഫൈനലായിട്ട് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് പോയിന്റിലേക്ക് വന്നേ. കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടർക്സ്. കോൺസ്റ്റാന്റിനോപ്പിൾ ടർക്സ് കോൺക്വസ്റ്റ് ചെയ്തു. കോൺക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫീറ്റ്. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ യൂറോപ്യന്മാർക്ക് കോൺസ്റ്റാന്റിനോപ്പിളിൽ വന്ന് അറബികളെ കാത്തു നിൽക്കുന്നത് സേഫ്റ്റി അല്ല. കാരണം അവിടെ കാത്തു നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഇവരുടെ ജീവന് തന്നെ അപകടം ഉണ്ടാവും. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഇനി കാത്തുനിൽപ്പ്, ട്രേഡ് അത് ഇമ്പോസിബിളായി. കാരണം എന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ ആര് മേടിച്ചു? ആര് ഡിഫീറ്റ് ചെയ്തു? ടക്സ്. സോ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടക്സ്. അതോടെ യൂറോപ്യന്മാർ അവിടെ നിന്നും പോകേണ്ടി വന്നു. അപ്പോൾ അവർക്ക് പിന്നെ വേറൊരു ഓപ്ഷനുമില്ല. ഓൺലി വൺ ഓപ്ഷൻ. എന്താണ്? ഒരു സീ റൂട്ട്. സീയിൽ ആരും ചോദിക്കാനില്ലോ, എല്ലാവരുടെയും അല്ലേ സീയെ. അപ്പോൾ അവർ സീയിലൂടെ ഒരു റൂട്ട് കണ്ടുപിടിച്ചു. നോക്കിക്കേ, ഒന്നാമത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, രണ്ടാമത്തെ ഗ്രോത്ത് ഇൻ നോളജ്, മൂന്നാമത്തത് കോമ്പസ്, നാലാമത്തത് വോയേജേഴ്സിൻ്റെ റൈറ്റിംഗ്സ്, ഫിഫ്ത്ത് വൺ കൊമേഴ്സ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രോഡക്ട്സ് ലൈക്ക് പെപ്പർ, ആൻഡ് ലാസ്റ്റ് വൺ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടക്സ്. ഓക്കെ, ഇങ്ങനെ 6 പോയിന്റ്സ് ആണ് ഇതിനുള്ളത്. എന്താണ് നമ്മുടെ ചോദ്യം? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചേ. യൂറോപ്യൻസ് ഡിസ്കവേർഡ് ആൻ ഈസ്റ്റ്വാർഡ് സീ റൂട്ട് ഫ്രം യൂറോപ്പ് ടു ഇന്ത്യ ഇൻ ദ എൻഡ് ഓഫ് 15th century. വാട്ട് വെയർ ദ മെയിൻ റീസൺസ്? ഓക്കെ, എന്തൊക്കെയായിരുന്നു ഇതിന് റീസൺ? അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ ടെസ്റ്റ് പേപ്പറിന് വരും, അല്ലെങ്കിൽ നമ്മുടെ ടേമിലി എക്സാമിന് വരും. ദ ഫസ്റ്റ് യൂറോപ്യൻ കൺട്രി റീച്ച്ഡ് ഇന്ത്യ ബൈ സീ. സീയിലൂടെ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതായിരുന്നു? പോർച്ചുഗീസ്. ദെൻ അവർ വന്നു, കോഴിക്കോട് വന്നിറങ്ങി. വാസ്കോഡിഗാമ ആദ്യം പോയി അന്നത്തെ കാലിക്കറ്റ് അല്ലെങ്കിൽ കോഴിക്കോട് കിങ് സാമൂറിനെ പോയി കാണുന്നു. പക്ഷേ സാമൂറിനുമായി പോർച്ചുഗീസുകാർ ഒരു കോൺഫ്ലിക്റ്റിലായി. സാമൂതിരിയുമായി അവർ പിണങ്ങി. സോ ദർ വാസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സാമൂറിൻ ആൻഡ് പോർച്ചുഗീസ്. അവർ നല്ല ടേംസിലല്ലായിരുന്നു. എന്താണ് അവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള കാരണം? വാട്ട് വാസ് ദ റീസൺ ഫോർ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സാമൂറിൻ ആൻഡ് ദ പോർച്ചുഗീസ്? ദ സാമൂറിൻ ഡിഡ് നോട്ട് ഗേവ് ദ പോർച്ചുഗീസ് എ മോണോപ്പൊളി ഇൻ ട്രേഡ്. പോർച്ചുഗീസുകാർ ഡിമാൻഡ് ചെയ്തത് മോണോപ്പൊളി ഇൻ ട്രേഡ്. എന്താണ് ഈ മോണോപ്പൊളി? മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ കുത്തക. മലയാളത്തിൽ നമ്മൾ കുത്തക എന്ന് പറയും. എന്താണ് ഈ കുത്തക? അതായത് മറ്റ് അവിടെ ട്രേഡ് ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് പോർച്ചുഗീസുകാർക്ക് മാത്രം ട്രേഡിനുള്ള അനുവാദം കൊടുക്കുന്നത്, പോർച്ചുഗീസുകാർ മാത്രം ഈ കോഴിക്കോട് ഭാഗത്ത് ട്രേഡ് നടത്തുക, അവർ മാത്രം. ബാക്കി ആരും അവിടെ പാടില്ല. അറബ്സ് പാടില്ല, അല്ലെങ്കിൽ റോമക്കാർ പാടില്ല, ഗ്രീക്കുകാർ പാടില്ല, ആരും പാടില്ല. ഇവരെന്ത് പറഞ്ഞു? പോർച്ചുഗീസുകാരെ ഞങ്ങൾ മാത്രം മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ട്രേഡ് നടത്തിക്കോളാം, ബാക്കി എല്ലാവരെയും പറഞ്ഞു വിടണം. ഓക്കെ, പക്ഷേ സാമൂതിരി അതിന് തയ്യാറല്ലായിരുന്നു. ഹി ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദ ഡിമാൻഡ് ഓഫ് പോർച്ചുഗീസ് ടു എക്സ്പെൽ ദ അറബ്സ്. എക്സ്പെൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറത്താക്കുക, അറബികളെ പുറത്താക്കണമെന്ന് പറഞ്ഞത് സാമൂതിരി ഡിഡ് നോട്ട് അക്സെപ്റ്റ്. എന്തുകൊണ്ടായിരിക്കാം? സാമൂതിരിക്ക് അറബ്സ് പഴയ കാലം തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ ട്രേഡ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ അവരെ അത്ര പെട്ടെന്ന് പറഞ്ഞു വിടാൻ സാമൂതിരി തയ്യാറല്ല. കാരണം സാമൂതിരിക്ക് കുറച്ച് നേരും നിറയും ഒക്കെയുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാർ വന്നു കയറിയ ഉടനെ പറയുക അറബികളെ അവിടുന്ന് എക്സ്പെൽ ചെയ്യണം. സാമൂതിരി സമ്മതിക്കുമോ? ഇല്ല. ഹി ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദ ഡിമാൻഡ് ഓഫ് പോർച്ചുഗീസ് ടു എക്സ്പെൽ ദ അറബ്സ്. സോ ദർ വാസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സാമൂറിൻ ആൻഡ് പോർച്ചുഗീസ്.
ഹി ഡിഡിൻ ഗ്രാൻഡ് ദം എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സ്. ഇവരാവശ്യപ്പെട്ടത് കുറേ എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സാണ്. ഞങ്ങൾക്ക് അത് വേണം, ഇത് വേണം, ട്രേഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം, ഞങ്ങളുടെ ട്രേഡ് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് സൂക്ഷിക്കാനായിട്ട് ഗോഡൗൺ വേണം. കുറേ ഡിമാൻഡ് ഇവരങ്ങോട്ട് വെച്ചു പോർച്ചുഗീസുകാരെ. യൂറോപ്പിൽ കിടന്ന പോർച്ചുഗീസുകാർ വന്നിട്ട് സാമൂതിരിയോട് കുറച്ച് ഡിമാൻഡ് വെക്കുക. പക്ഷേ എന്ത് സംഭവിച്ചു? ഹി ഡിഡിൻ ഗ്രാൻഡ് ദം എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സ്. കുറേയേറെ ട്രേഡിംഗ് റൈറ്റ്സ് ഒന്നും സാമൂതിരിക്ക് കൊടുക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു. സാമൂതിരിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉള്ള ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞു അതൊക്കെ കയ്യിലിരുന്നോട്ടെന്ന് പറഞ്ഞു. അദ്ദേഹം കൊടുത്തില്ല. ഹി ഡിഡിൻ ഗ്രാൻഡ് ദം എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സ്. അപ്പോൾ 3 കാരണങ്ങളാണ് സാമൂതിരിയും ഈ പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള കാരണം. ഫസ്റ്റ് റീസൺ, സാമൂരിൻ ഡിഡ് നോട്ട് ഗേവ് ദ പോർച്ചുഗീസ് എ മൊണോപ്പൊളി ഇൻ ട്രേഡ്. ഹി ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദ ഡിമാൻഡ് ഓഫ് പോർച്ചുഗീസ് ടു എക്സ്പെൽ ദ അറബ്സ്. ഹി ഡിഡിൻ ഗ്രാൻഡ് ദം എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സ്. സോ പോർച്ചുഗീസ് ആൻഡ് സാമൂരിൻ between them there was a conflict. Okay, next, സാമൂതിരിക്കൊരു മിടുക്കനായ ഒരു നേവൽ ചീഫ് ഉണ്ടായിരുന്നു. സാമൂതിരിയുടെ ഡിഫൻസ് എന്ന് പറയുന്നതിന് ആർമിയുണ്ട്, അതുപോലെ അദ്ദേഹത്തിന് നേവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആർമിയെക്കാളും ബെറ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നേവി. നേവൽ ഫോഴ്സ് വളരെ പവർഫുൾ ആയിരുന്നു. അതിനൊരു നേതാവ് ഉണ്ടായിരുന്നു, ചീഫ് നേവൽ ചീഫ് കുഞ്ഞാലി മരയ്ക്കാർ. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ കുഞ്ഞാലി മരയ്ക്കാർ എന്നുള്ള ആ പേരിൽ ഒരു ഫിലിമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഒരു ചരിത്ര സിനിമയൊക്കെ ഇറങ്ങി. നമ്മുടെ മോഹൻലാൽ അഭിനയിച്ച അദ്ദേഹമാണ് കുഞ്ഞാലി മരയ്ക്കാറായിട്ട് അഭിനയിച്ചത്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സാമൂതിരിയുടെ നേവൽ ചീഫായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ. അപ്പോൾ കുഞ്ഞാലി മരയ്ക്കാരുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാരുമായിട്ട് എന്താ പറയുക കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും വാർ ഉണ്ടാവുകയും പോർച്ചുഗീസുകാരെ കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഡിഫീറ്റാക്കി കളഞ്ഞു കുഞ്ഞാലി മരയ്ക്കാർ. ബ്രേവായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, നേവൽ ചീഫായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫോർട്ട് മാനുവലിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ടീച്ചർ ഈ പിക്ചർ അന്നപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, വാട്ട് ആർ ദി ഇൻഫ്ലുവൻസസ് ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? അപ്പോൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരികയും അല്ലെങ്കിൽ കോഴിക്കോട് വരികയും അവിടെ സാമൂതിരിയുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും സാമൂതിരി നേവൽ ഫോഴ്സ് അവരെ കോഴിക്കോട് നിന്നും തുരത്തുകയും ചെയ്തു. ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും പോർച്ചുഗീസുകാർക്ക് ഇവിടം വിട്ട് പോകേണ്ടി വന്നെങ്കിലും അവർക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റി അല്ലേ? അവർ വന്നതിൻ്റെതായ ഒരു ഇൻഫ്ലുവൻസ് അവരിവിടെ ഉണ്ടാക്കി. വാട്ട് ആർ ദ ഇൻഫ്ലുവൻസസ് ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ ഇൻഫ്ലുവൻസ് എന്തായിരുന്നു? മലയാളം റിസീവ് സം വേർഡ്സ് ഫ്രം ദ പോർച്ചുഗീസ് ലാംഗ്വേജ്. മലയാളത്തിൽ കുറച്ച് വേർഡ്സൊക്കെ പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്നും കിട്ടി. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് നിങ്ങൾ നോക്കുക. പ്രധാനപ്പെട്ട ചില വേർഡ്സൊക്കെ ടീച്ചർ ഒന്ന് പറയാം. നമുക്ക് പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്നും മലയാളത്തിലേക്ക് വന്ന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് അൽമാര. അതുപോലെ ജനാൽ, അവർ ജനാൽ എന്ന് പറയുന്നതായിരുന്നു നമ്മളിപ്പം പറയുന്ന ജനൽ. അതും പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്നും മലയാളത്തിലേക്ക് വന്ന ഒന്നാണ് ജനൽ. അടുത്തത് കുരിശ് എന്ന് നമ്മളിപ്പം പറയുന്നുണ്ട് അല്ലേ? കുരിശ്, ക്രോസ്. അപ്പോൾ കുരിശ് എന്നുള്ള വേർഡ് ഒരു പോർച്ചുഗീസ് വേർഡാണ്, കുരിശ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മേശ. നമ്മൾ മേശ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു പോർച്ചുഗീസ് വേർഡാണ്. അത് മലയാളത്തിലേക്ക് നമ്മൾ പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്നും റിസീവ് ചെയ്തതാണ്. ഇങ്ങനെ മലയാളത്തിലേക്ക് കുറച്ച് വേർഡ്സ് നമുക്ക് കിട്ടി. അത് നമുക്ക് കിട്ടിയ ഒരു ഇൻഫ്ലുവൻസാണ്. ഓക്കെ, അതൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് അല്ലേ? നല്ല കാര്യം. നമുക്ക് ആ പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്നും മലയാളത്തിൽ കുറച്ച് വേർഡ്സൊക്കെ കിട്ടി. ഓക്കെ, ഫസ്റ്റ് വൺ. ഇനി അതിനേക്കാൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് സെക്കൻഡ് വൺ. കാഷ്യൂ ട്രീ, പപ്പായ, പിന്നെന്താണ് ഗുവാവ ആൻഡ് പൈനാപ്പിൾ. എന്താണ് ഈ ഗുവാവ എന്ന് പറയുന്നത്? നമ്മുടെ പേരക്ക എന്ന് പറയുന്ന സാധനം. പിന്നെ പപ്പായ, കാഷ്യൂ, പൈനാപ്പിൾ, ഇങ്ങനെയുള്ള ചില പ്ലാന്റ്സൊക്കെ അവരാണ് ഇവിടെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, നല്ല പ്ലാന്റ്സ് അല്ലേ? കാഷ്യൂ നമുക്കറിയാം ഏറ്റവും നല്ലൊരു ഫുഡ് ഐറ്റമാണ്. അത് അവരാണ് നമ്മളെ പരിചയപ്പെടുത്തി തന്നത്. പപ്പായ, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന പപ്പായ, ഗുവാവ. വാട്ട് ഈസ് ദാറ്റ്? ഞാൻ പറഞ്ഞു, അത് പേരക്കയാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പൈനാപ്പിൾ. ഓക്കെ, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് അല്ലേ? ദെൻ ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ.
അതാണ് ടീച്ചർ ഇവിടെ ഇട്ട ഫോർട്ട് മാനുവൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഫോർട്ട്, ഒരു കോട്ട പോർച്ചുഗീസുകാരാണ് പണിതത്. ഫോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട. അതിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച അല്ലെങ്കിൽ കേരളത്തിൽ നിർമ്മിച്ച ഒരു ഫോർട്ടാണ് ഫോർട്ട് മാനുവൽ. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് പറയുകയാണ്. തേർഡ് ഇൻഫ്ലുവൻസ്, ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ, ഫോർട്ട് മാനുവൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊച്ചി. The regions of Kochi, Goa and Daman and Diu came under the rule of Portuguese. പോർച്ചുഗീസുകാരെ ഇന്ത്യയിലെ ഇത്രയും സ്ഥലങ്ങളിലാണ് അവരുടെ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. കൊച്ചി, ഗോവ, ഡാമൻ ആൻഡ് ഡിയു. ഓക്കെ, ചെറിയ ചെറിയ ചില പ്രദേശങ്ങൾ അവരുടെ കൈവശം വെച്ചു. ദെൻ അവർ നമുക്ക് തന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് പ്രിൻറ്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലറൈസ്ഡ്. എല്ലായിടത്തും പ്രിൻറ്റിംഗ് പ്രസ്സുകൾ അവർ സ്ഥാപിച്ചു. നമുക്കിവിടെ അച്ചടിക്ക് നമുക്ക് വലിയ അന്നത്തെ അത്രയും പ്രിമിറ്റീവായിട്ടുള്ള സമയത്ത് നമുക്ക് പ്രിൻറ്റിംഗ് പ്രസ്സുകൾ വളരെ കുറവായിരുന്നു, പ്രിൻറ്റിംഗ് ടെക്നോളജി കുറവായിരുന്നു. എന്നാൽ പോർച്ചുഗീസുകാരെ നമ്മുടെ നാട്ടിൽ കുറേ പ്രിൻറ്റിംഗ് പ്രസ്സുകൾ സ്ഥാപിക്കുകയും അവർ പ്രിൻറ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു. അത് നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് പ്രിൻറ്റിംഗ് ടെക്നോളജി. ഇനി അതിലും ഒരു മനോഹരമായിട്ടുള്ള കാര്യമാണ് ആർട്ട് ഫോംസ് സച്ച് ആസ് ചവിട്ട് നാടകം ആൻഡ് മാർഗംകളി വെയർ പോപ്പുലറൈസ്. അവർ നമ്മളെ പരിചയപ്പെടുത്തിയ 2 ആർട്ട് ഫോംസ് ആണ് ചവിട്ട് നാടകവും മാർഗംകളിയും. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ടും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി കേരളത്തിന് കിട്ടിയ 2 ആർട്ട് ഫോംസ് ഏതൊക്കെയാണ്? ചവിട്ട് നാടകം, മാർഗംകളി. ഓക്കെ, ലാസ്റ്റ്, യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. യൂറോപ്യന്മാരുടെ രീതിയിലുള്ള വീടുകളും ചർച്ചും ഒക്കെ ഇവിടെ പണിയാൻ തുടങ്ങി. അവരുടെ സ്റ്റൈൽ യൂറോപ്യൻ സ്റ്റൈൽ നമുക്കറിയാം അല്ലേ. നമ്മുടെ ചർച്ചൊക്കെ പണിയുന്നത് മിക്കവാറും യൂറോപ്യൻ സ്റ്റൈലിലാണ്. ആ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് കിട്ടി. അവരാണ് നമ്മളെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയത്. യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് വെയർ സ്റ്റാർട്ടഡ്. നമുക്കറിയാം അന്നത്തെ കാലത്ത് സ്കൂളുകളൊക്കെ ഇന്ത്യയിൽ വളരെ കുറവായിരുന്നു, കേരളത്തിൽ പ്രത്യേകിച്ചും വളരെ കുറവായിരുന്നു. നമുക്ക് ചില കളരി പോലുള്ള ചില എഴുത്തു പള്ളിക്കൂടങ്ങളൊക്കെ ആയിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. എന്നാൽ ഇവരാണ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ഓൾസോ എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ്. അപ്പം മിക്കവാറും എല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് പോർച്ചുഗീസുകാരെ കേരളത്തിൽ ഉണ്ടാക്കിയത് അല്ലെ ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. മലയാളം റിസീവ്സ് സം വേർഡ്സ് ഫ്രം പോർച്ചുഗീസ് ലാംഗ്വേജ്. കാഷ്യൂ ട്രീ, പപ്പായ, ഗുവ, pineapple, etc. were introduced. The first European fort was established in Kochi, that is Fort Manuel, and the regions of Kochi, Goa, Daman and Diu under the rule of Portuguese, and printing technology was popularized. Art forms like Chavuttu Nadagam and Margangli were popularized, and European style of construction was started, and Christian religious education centers or schools. They started so many schools in Kerala and India. These are the influences of Portuguese in India. അപ്പോൾ ഇത് എത്ര പോയിൻറ്റ്സ് ഉണ്ട്? 2, 4, 6 അല്ലേ, 7 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ പല പ്രാവശ്യം വായിച്ച് പഠിക്കുക. ഓക്കെ, ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഡച്ചാണ് പഠിക്കുക. 2ാമത്തെ യൂറോപ്യൻ രാജ്യം ഡച്ചാണ്. അപ്പോൾ ഡച്ചുകാർ വന്നതും അവരെവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ ഇൻഫ്ലുവൻസ്, എങ്ങനെയായിരുന്നു അവരുടെ ഇവിടെയുള്ള ഡീലിങ്സ് എന്തൊക്കെയായിരുന്നു, നമ്മുടെ രാജാക്കന്മാരുമായിട്ട് അവർ ഫ്രണ്ട്ലി ആയിരുന്നോ അതോ ഈ പോർച്ചുഗീസുകാരെ പോലെ അവരും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയോ, നമുക്കതൊക്കെ നാളെ പഠിക്കാം. ഓക്കെ, താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.